ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പ്രോബ്ലം നമ്മൾ നേരത്തെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ച് ആ ഒരു 2 ഡിഗ്രി ഓഫ് നാച്ചുറൽ അൺഡാംപ്ഡ് നമ്മുടെ അൺഡാംപ്ഡ് മൾട്ടി ഡിഗ്രി ഓഫ് സിസ്റ്റത്തിൻ്റെ ഒരു ടൈപ്പ് പ്രോബ്ലം. ഇവിടെ എത്ര മാസ് ഉണ്ട്? M1 M2. അപ്പോൾ 2 മാസ് ഉണ്ട്. അപ്പം 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഉള്ളത് ഇല്ലേ. ഇവിടെ പറഞ്ഞ ഡിറൈവ് ദി ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് വൈബ്രേറ്ററി സിസ്റ്റം ആൻഡ് ഡിറ്റർമിൻ ദി നാച്ചുറൽ ഫ്രീക്വൻസി. K1 ഉം K2 ഉം M1 M2 എല്ലാം തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ നേരത്തെ എഴുതിയ മാതിരി നിങ്ങൾ ഈ ഒരു സിസ്റ്റം തന്നേക്കുന്നതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ഷേപ്പുകളോ ഒന്നും ഇവിടെ നിങ്ങൾ നോക്കണ്ട. ഇപ്പം നമ്മൾ ഡെറിവേഷൻ എങ്ങനെയാണോ ചെയ്തത് ആ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചിട്ട് മാത്രം ഇത് ചെയ്യുക. മനസ്സിലായില്ലേ? തന്നിരിക്കുന്ന പടത്തിന് ഒന്നിന് പുറത്ത് ഒന്നിരിക്കുന്നോ താഴെ ഇരിക്കുന്നോ മുകളിലിരിക്കുന്നോ അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. അപ്പം ഞാൻ ഡെറിവേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇപ്പോൾ M1 എന്ന് പറഞ്ഞ മാസ് എടുക്കുന്നത്, M1 എന്ന് പറഞ്ഞ മാസ് ഉണ്ട്. ഇതാ ആ M1 മാസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ M1 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്പ്രിങ് മാത്രമേ ഉള്ളൂ. ഡാമ്പർ ഉണ്ടോ? ഇല്ല, ഡാമ്പർ ഇല്ല. എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ? ഇല്ല, അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ല. അപ്പോൾ ഈ M1 എന്ന് പറയുന്ന മാസിൽ ആക്ട് ചെയ്യുന്ന അൺബാലൻസ് ഫോഴ്സസ് എന്തൊക്കെയോ? ഒന്ന് ഇനേർഷ്യ ഫോഴ്സ്. M1ൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തുവാ? X1. അപ്പോൾ ഇനേർഷ്യ ഫോഴ്സ് എന്തുമായിരിക്കും? M1 X ഡബിൾ ഡോട്ട് പ്ലസ് സ്പ്രിങ് ഫോഴ്സ്. M1 ഡയറക്റ്റ് ആയിട്ട് 2 സ്പ്രിങ് ഉണ്ട് ഇല്ലേ. K1 ഉണ്ട്. K1 M1 മാത്രം കണക്റ്റഡാണ്. അപ്പോൾ K1 X1 എന്ന് എഴുതാം പ്ലസ് K2 എന്തുവാ? 2 കണക്ഷൻ ഉണ്ട്. M2 ഉണ്ട്, M1 ഉണ്ട്. പക്ഷേ നമ്മളിപ്പോൾ M1ൻ്റെ ഇക്വേഷൻ എഴുതുന്നതുകൊണ്ട് K2 ഇൻറ്റു X1 മൈനസ് X2 എന്ന് എഴുതുന്നത് അല്ലേ. M2ൻ്റെ ആയിരുന്നെങ്കിലോ K2 ഇൻറ്റു X2 മൈനസ് X1 എന്ന് എഴുതുകയാണ്. മനസ്സിലായോ? ഇതിനകത്തുകൊണ്ട് ഞാൻ ഇനി ഇവിടെ X1 ഉണ്ട്. X1 ടേംസിന് ഒരുമിച്ച് എഴുതി ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുന്നത്. ഇനി മാസ് 2ൻ്റെ ഇക്വേഷൻ എഴുതിക്ക്. മാസിന് 2 ഓൾറെഡി ഒരു ഇനർഷ്യ ഫോഴ്സ് ഉണ്ടായിരിക്കുമല്ലോ. അതെന്തുമായിരിക്കും? M2 X2 ഡബിൾ ഡാഷ് ആയിരിക്കും. മനസ്സിലായില്ലേ? പ്ലസ് എന്തുമായിരിക്കും? സ്പ്രിങ് ഫോഴ്സ്. M2 ഒറ്റ സ്പ്രിങ്ങല്ലേ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഏതൊക്കെ? K2 മാത്രമേ ഉള്ളൂ. പക്ഷേ K2 എങ്ങോട്ടൂടെ കണക്റ്റഡ് ആണ്? M1ലും കൂടെ കണക്റ്റഡ് ആണ് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതണം? K2 ഇൻറ്റു X2 മൈനസ് X1. കാരണം എന്താ? ഇവിടെ M2ൻ്റെ കൺസിഡർ ചെയ്തേക്കുന്നതുകൊണ്ടാണ് X2 മൈനസ് X1 എഴുതിയത്. M1 കൺസിഡർ ചെയ്തായിരുന്നെങ്കിലോ X1 മൈനസ് X2 എഴുതിയാണ്. അതിന് സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ നമ്മൾ ഡെറിവേഷൻ ഒന്ന് ഡിഫൈൻ ചെയ്തില്ലേ. X1 A1 sin ωt പ്ലസ് 5. ഈ 5 എന്ന് പറഞ്ഞ ടൈം അവിടെ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അത് വെട്ടിപ്പോകാൻ വേണ്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ X1 A1 sin ωt, X2 A2 sin ωt എന്ന് എടുക്കുന്നു. അതിനകത്തുനിന്ന് X ഡോട്ടും X ഡബിൾ ഡോട്ടും X2 ഡോട്ടും X2 ഡബിൾ ഡോട്ടും ഞാൻ കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് എന്തെടുക്കുക? ഇക്വേഷൻ നമ്പർ 1 ഏതാ? ഈ ഇക്വേഷൻ നമ്പർ 1-നകത്തോട്ട് ഈ X1 ഡബിൾ ഡോട്ടിൻ്റെയും X1ൻ്റെ X2ൻ്റെ എല്ലാം വാല്യൂ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് വരും? മൈനസ് M1 A1 ഒമേഗ സ്ക്വയർ സൈൻ ωt പ്ലസ് എന്തുവാ? K1 പ്ലസ് K2. X1ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? A1 സൈൻ ωt മൈനസ് ഓഫ് K2. പിന്നെ X2ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? A2 സൈൻ ωt. ഈ സൈൻ ωt എല്ലാത്തിനകത്തുണ്ട്. അതെന്തുവാ? വെട്ടിപ്പോവും. ബാക്കി എന്തുണ്ട്? ബാക്കി മൈനസ് M1 A1 ഒമേഗ സ്ക്വയർ പ്ലസ് K1 പ്ലസ് K2 A1 മൈനസ് K2 A2 ഈക്വൽ ടു 0 എന്ന് വരും. ഇനി ഇതിനകത്തുനിന്ന് A1ൻ്റെ ടേമിനെ സെഗ്രിഗേറ്റ് ചെയ്ത് എഴുതുന്നത്. അപ്പോൾ A1ൻ്റെ ടേമിനെ സെഗ്രിഗേറ്റ് ചെയ്തുമ്പോൾ എന്ത് വരും? എവിടെ K1 ഉണ്ട്? ഇതിൽ A1 ഉണ്ട്, ഇതിലും A1 ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു? K1 പ്ലസ് K2 മൈനസ് M1 ഒമേഗ സ്ക്വയർ ഇൻറ്റു A1 മൈനസ് K2 A2. ഇനി ഇക്വേഷൻ നമ്പർ 2 ഏതാ? രണ്ടാമത്തെ മാസത്തിൻ്റെ ഇക്വേഷൻ അതിനകത്ത് നമ്മൾ X2 ഡബിൾ ഡാഷിൻ്റെയും ഈ X2 ഡബിൾ ഡാഷിൻ്റെയും ഇതിനകത്തോട്ടാണ് കൊടുക്കുന്നത് അല്ലേ. X2 ഡബിൾ ഡാഷിൻ്റെ X2നെ X1ൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ ഇട്ട് കൊടുത്തിട്ട് അതിനകത്തുനിന്ന് എന്താ പറയുന്നത്? A1 A2നെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 3-ന്ന് ഇക്വേഷൻ 4-നും കിട്ടി. ഇനി നമ്മൾ ഡെറിവേഷനകത്ത് ചെയ്തത് സെയിം നമ്മൾ ആ 2 ഇക്വേഷനെ മെട്രിക്സ് ഫോമിൽ എഴുതാൻ പോകും. അതായത് A1ൻ്റെ കോഫിഷ്യൻ്റ് ആദ്യം എഴുതുക, A2ൻ്റെ കോഫിഷ്യൻ്റ് രണ്ടാമത് എഴുതുക. A1ൻ്റെ കോഫിഷ്യൻ്റ് ആദ്യം എഴുതുക, A2ൻ്റെ കോഫിഷ്യൻ്റ് രണ്ടാമത് എഴുതുക. അപ്പോൾ എന്തുവാ? ഇവിടെ ഒന്നാമത്തെ ഇതിനകത്ത് A1ൻ്റെ കോഫിഷ്യൻ്റ് എന്തുവാ? അത് ഇങ്ങോട്ട് ആദ്യമേ എഴുതണം
ഇല്ലേ? അതായത് K1 പ്ലസ് K2 മൈനസ് M1 ഒമേഗ സ്കോർ. പിന്നെ A2ൻ്റെ കോഫിഷ്യൻ എന്തുവാ? മൈനസ് K2, അത് മൈനസ് K2. അടുത്ത ഇക്വേഷനകത്ത് A1ൻ്റെ കോഫിഷ്യൻ എന്തുവാ? മൈനസ് K2. A2ൻ്റെ കോഫിഷ്യൻ എന്തുവാ? മൈനസ് K2 മൈനസ് M2 ഒമേഗ സ്കോർ. ആ രീതി ഒരു മെട്രിക്സ്, ഇതിൻ്റെ മെട്രിക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇത് സിംപ്ലിഫിക്കേഷൻ വളരെ സിമ്പിളാണ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ ചെയ്താൽ കൊള്ളാം. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇതിനെ നിന്ന് ഓരോ ടേമിനെ അകത്തോട്ട് കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിനകത്തുനിന്ന് 2 ടേം വെട്ടിപ്പോകും, K2 വെട്ടിപ്പോയിട്ട് പിന്നെ ബാക്കി എന്ത് വരും? ഈ M1 M2 ഒമേഗ റേസ് ടു 4 അല്ലേ? പിന്നെ ഇത്രയും ടേമിനകത്തുനിന്ന് ഒമേഗ ഉണ്ട്, ഒമേഗ സ്കോർ ഉണ്ട്, അത് ഞാൻ ഒമേഗ സ്കോർ വെളിയെടുക്കുന്നത്. ബാക്കി എന്തുണ്ട്? K2 M1, പിന്നെന്തുവാ? K1 M2, എന്തുവാ? K2 M2. പിന്നെ ബാക്കി ഇവിടുത്തെ ഒരു ടേം ഉണ്ട്, അത് K1 K2 എന്നിങ്ങനെ എഴുതി. ഇനി നമ്മൾ ഈ M1 M2 വെച്ചിട്ട് മൊത്തത്തിൽ അങ്ങ് ഡിവൈഡ് ചെയ്യാൻ പോകും. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ M1 M2 പോകും ഇല്ലേ? ഇവിടെ പിന്നെ ബാക്കി ഇവിടെ അടിയിൽ ഓരോ ടേമിനെ M1 M2 വെച്ച് ഡിവൈഡ് ചെയ്യണ്ടേ? അപ്പോൾ ഓൾറെഡി മുകളിൽ M1 ഉള്ളതുകൊണ്ട് ഇവിടെ എന്തോ അടിയിൽ M2 വരും. ഇവിടെ മുകളിൽ M2 ഉള്ളതുകൊണ്ട് അടിയിൽ M1 വരും. ഇവിടെ മുകളിൽ M2 ഉള്ളതുകൊണ്ട് അടിയിൽ M1 വരും ഇല്ലേ? പിന്നെ പ്ലസ് K1 K2 വരും. അതിൻ്റെ അടിയിൽ എന്തുവാ? M1 M2 വരും, ഈക്വൽ ടു 0 എന്ന് വരും. നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് M1ൻ്റെയും M2ൻ്റെയും K1ൻ്റെയും K2ൻ്റെയും എല്ലാം വാല്യൂ തന്നിട്ടുണ്ട്. ആ വാല്യൂസ് എല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? അപ്പോൾ എന്ന് വെച്ചാൽ ഒമേഗ റേസ് ടു 4ൽ ഒരു ഇക്വേഷൻ കിട്ടും. ഈ ഒമേഗ റേസ് ടു 4 എന്ന് പറയുന്ന ഇക്വേഷന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഒരു മിനിറ്റ്. ഒമേഗ റേസ് ടു 4 എന്ന ഇക്വേഷൻ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞ് എനിക്ക് എഴുതാൻ പറ്റും. ഒമേഗ സ്ക്വയർ ടു 4 ഒമേഗ 4 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. അങ്ങനെ ഒമേഗ 4 മൈനസ് 1000 ഒമേഗ സ്ക്വയർ പ്ലസ് 2 × 10⁵ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഈ PDF-നകത്ത് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. എന്നിട്ട് പിന്നെ അതിനകത്ത് ഇതിന് നമ്മൾ ഒമേഗ സ്ക്വയറിലൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് എഴുതിയിട്ട് അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യും. നമ്മുടെ കാൽക്കുലേറ്റർ വെച്ചിട്ട് തന്നെ സോൾവ് ചെയ്യാം. അപ്പോൾ ഒമേഗ സ്ക്വയർ സോൾവ് ചെയ്യുമ്പോൾ 2 വാല്യൂസ് കിട്ടില്ലോ. ഒന്ന് ഒമേഗ 1ഉം 1 സ്ക്വയറും കിട്ടും, ഒമേഗ 2 സ്ക്വയറും കിട്ടും. ആ 2 വാല്യൂസിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഒമേഗ 1ഉം കിട്ടും, ഒമേഗ 2ഉം കിട്ടും. നമുക്ക് എന്ത് പഠിക്കേണ്ടത്? ഫ്രീക്വൻസി അല്ലേ കണ്ടുപിടിക്കേണ്ടത്? F1ഉം കണ്ടുപിടിക്കുക, F2ഉം കണ്ടുപിടിക്കുക. മനസ്സിലായോ? ഈ സെക്ഷനിലെ പ്രോബ്ലംസ് ഡെറിവേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം വളരെ സിമ്പിളാണ്. ഇത് ചെയ്ത് പഠിക്കുക, യാതൊരു ഇതുമില്ല. കമ്പാരിറ്റീവ്ലി ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ മൊഡ്യൂളിൽ വെച്ച് നോക്കുമ്പോൾ കൺസെപ്ഷ്യലായിട്ടൊന്നും ഒരുപാട് പഠിക്കാനൊന്നുമില്ല. പക്ഷേ ഇത് ഒരുപാട് ഇക്വേഷൻസ് ഇങ്ങനെ ഡെറിവേഷൻ ടൈപ്പ് പ്രോബ്ലംസും ഇക്വേഷൻസും ഒക്കെയാണ്. അപ്പോൾ അത് പല ആവർത്തി ഇങ്ങനെ എഴുതി പഠിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഓർമ്മയിലോട്ട് ഇത് കാര്യങ്ങൾ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം ബാക്കി ക്ലാസ് ഇടാം.